എവ്രിവൺ. എൻ്റെ പേര് അനഘ. ഞാനൊരു തൃശ്ശൂർക്കാരിയാണ്. പക്ഷെ ഇപ്പം ഞാനുള്ളത് സൗദിയിലാണ്. ഒരു 5 മാസമായിട്ട് സൗദിയിലാണ്. ഞാൻ ജാനുവരിയിൽ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയി. എൻ്റെ കല്യാണത്തിന് ശേഷം ഹസ്ബൻഡ് ഇവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോന്നു. സൗദിയിലാണ് ഇപ്പോൾ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കുറേ നാളായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത്. യൂട്യൂബ് ചാനലൊക്കെ മുന്നേ തുടങ്ങി, പക്ഷേ ഇതുപോലെ ഇരുന്ന് സംസാരിക്കാനായിട്ടുള്ളൊരു ധൈര്യമോ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസോ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ എങ്ങനെയായാലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. ഞാനൊരു 2019 തൊട്ടുള്ള എൻ്റെ ഒരു ആഗ്രഹമാണ്. 2019 ഞാൻ ബാംഗ്ലൂരായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഞാൻ പിന്നെ കോവിഡൊക്കെ വന്നതിന് ശേഷം നാട്ടിലേക്ക് വന്നു. അപ്പോഴൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ എങ്ങനെ സംസാരിക്കുക, എന്താ പറയുക, എനിക്ക് ആരും കാണാനില്ലല്ലോ. അപ്പോൾ കാണാത്ത ആൾക്കാരുടെ അടുത്ത് എങ്ങനെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് ഇത്രയും നാളായി. ഇപ്പോൾ 2025 ആയപ്പോഴാണ് എൻ്റെ ആ ഒരു ആഗ്രഹം സഫലമായതെന്ന് പറയാം. അപ്പോൾ ഞാൻ വർക്ക് ഫ്രം ഹോമാണ് ചെയ്യുന്നത്. അപ്പം നാട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഫുൾ പവറാണല്ലോ. തൃശ്ശൂർ എന്നല്ല, കേരളത്തിൽ മൊത്തത്തിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫാമിലിയുടെ കൂടെ നിൽക്കണോ, നമുക്ക് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോവുക, ഫുഡ് കഴിക്കാൻ പോവുക പുറത്ത്, ഫാമിലി കസിൻസ് അവരെല്ലാവരും ഭയങ്കര ഓണായിരുന്നു, ഭയങ്കര കളർഫുള്ളായിരുന്നു. പെട്ടെന്ന് അതൊക്കെ വിട്ടിട്ട് സൗദിയിലേക്ക് വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഭയങ്കര ഒരു ലോൺലിനെസ് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പം ഹസ്ബൻഡ് ഭയങ്കര സ്നേഹമാണ്. പക്ഷേ എന്താ ചെയ്യുക, ജോലിക്ക് പോകണമല്ലോ, ഏത് നേരം സ്നേഹിച്ചിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ ഒരു 7:30 ആകുമ്പോൾ ആൾ ജോലിക്ക് പോവും. പിന്നെ വൈകിട്ട് 6 ഒക്കെ ആകുമ്പോഴേ വരുള്ളൂ. അപ്പോൾ അതുവരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺലൈനായിട്ടാണ് ജോലി ചെയ്യണതെന്ന് പറഞ്ഞതോ. അത് ഓൺലൈൻ ആണെങ്കിൽ പോലും എനിക്ക് ഫുൾ ടൈം 9 to 5 അല്ലെങ്കിൽ 9 to 6 അങ്ങനെയല്ല എൻ്റെ ജോലി. ഒരു ഡേയിൽ 4 to 5 hours ഒക്കെ ജോലി ഉണ്ടായിരിക്കുള്ളൂ. അപ്പോൾ ഹസ്ബൻഡ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജോലി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറേ ഫ്രീ ടൈം ഉണ്ട്. അപ്പോൾ ആരുടെ അടുത്തും സംസാരിക്കാനില്ല. അങ്ങനെയൊക്കെ ആയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ടൊരു എന്താ പറയുക, ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൊതിയായി തുടങ്ങി. അപ്പോൾ ഞാനൊരു പ്രാവശ്യം ഇങ്ങനെ പുറത്തൊരു കടയിൽ പോയപ്പം, ഇവിടെ വന്നിട്ട് കേട്ടോ, സൗദിയിൽ വന്നതിന് ശേഷം ഒരു കടയിലൊക്കെ പോയപ്പോൾ അവിടെ കുറേ പെൺകുട്ടികൾ ഇങ്ങനെ നിൽക്കണു. അവർ മലയാളത്തിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവരെ കണ്ടപ്പോൾ എനിക്ക് തോന്നി, അയ്യോ മലയാളികളാണല്ലോ, എന്തെങ്കിലും ചോദിക്കാം. എനിക്ക് സംസാരിക്കാനുള്ള ഒരു കൊതി കൊണ്ട് ഞാൻ അവരുടെ അടുത്ത് എന്താ ചെയ്യുന്നത് ഇവിടെ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നേഴ്സാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ നോക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് ചിരിക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി പറഞ്ഞു, ഇവിടെ നേഴ്സുമാരെല്ലാം ഉണ്ടാവും, അല്ലാണ്ട് വേറെ ആരും മലയാളികൾ അങ്ങനെ പെൺകുട്ടികൾ ജോലിക്കൊന്നും ഇവിടെ വരില്ല, നേഴ്സുമാരാണ് കൂടുതലുണ്ടാവുക, ചോദിക്കേണ്ട തന്നെ ആവശ്യമില്ല പറഞ്ഞു. ഞാൻ പറഞ്ഞു സാരമില്ല, എനിക്ക് സംസാരിക്കാനുള്ളൊരു കൊതി കൊണ്ട് ഞാൻ ചോദിച്ചതാണ്. എനിക്കറിയാം, എനിക്ക് തോന്നി അവർ നേഴ്സായിരിക്കുന്നു, പക്ഷേ എനിക്ക് എന്തെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ അടുത്ത് സംസാരിക്കണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചോദിച്ചതാണെന്ന് പറഞ്ഞു. അതുപോലെ സംസാരിക്കാനുള്ളൊരു കൊതി കൊണ്ടാണ് സത്യത്തിൽ ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതെന്ന് പറയാം. കാരണം ഇത്രയും നാൾ എനിക്ക് മടിയായിരുന്നു, അല്ലെങ്കിൽ എന്ത് സംസാരിക്കുക, എങ്ങനെ സംസാരിക്കുക, അങ്ങനെയൊക്കെ ആയിരുന്നു. ഇപ്പം എനിക്ക് എന്ത് സംസാരിക്കാനും കുഴപ്പമില്ല. എനിക്ക് ആൾക്കാരുടെ അടുത്ത് ഇൻറ്ററാക്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ജീവിതത്തിലെന്ന് മനസ്സിലായി. അത് ഇവിടെ വന്നപ്പോൾ അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം നമുക്ക് നാട്ടിലുള്ളപ്പോൾ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, എല്ലാതും ഉണ്ട്, നമുക്ക് സംസാരിക്കാനും ഇൻറ്ററാക്ട് ചെയ്യാനും പുറത്ത് പോകാനും കറങ്ങാനും ഒക്കെ ഉള്ള സ്പേസ് ഉണ്ട്. ഇവിടെ വന്നപ്പോൾ ആണ് ആ ഒരു ഒറ്റപ്പെടൽ കറക്റ്റായിട്ട് മനസ്സിലായത്. അപ്പോൾ ഈ കുറേ ഇതൊക്കെ കേട്ടിട്ടുണ്ട്, പ്രവാസികളുടെ ജീവിതം, അങ്ങനെ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഈ ഒരു വീടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടച്ച് ഇരിക്കുക എന്ന് പറയുന്നത് ശീലമില്ലാത്തത് കൊണ്ട് ഉള്ളൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. കുറച്ച് നാൾ കഴിയുമ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ വിശേഷം. ഞാൻ പറഞ്ഞല്ലോ എനിക്ക് കുറേ സമയം കിട്ടുന്നുണ്ട് ഇപ്പോൾ എന്ന്. അപ്പോൾ എനിക്ക് ആർട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കുറച്ച് ആർട്ട് റിലേറ്റഡ് വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതൽ പോസ്റ്റ് ചെയ്യുക. പിന്നെ കുക്കിങ്ങൊക്കെ ഇപ്പോൾ പഠിച്ചു വരുന്നു. കുക്കിങ്ങൊക്കെ ചെറുതായിട്ടൊക്കെ അറിയാം, ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. പിന്നെ യൂട്യൂബ് ചാനലുകളൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിങ്ങനെ കുക്കിങ്ങൊക്കെ ചെയ്യുക, ഇപ്പോൾ കുഴപ്പമില്ല, എൻജോയ് ചെയ്യുന്നുണ്ട്.
പിന്നെ പാട്ട് പാടും. അപ്പോൾ കുറച്ച് പാട്ടും കുറച്ച് ആർട്ടും എല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു വ്ളോഗ് പോലെയാണ് ഞാൻ വിചാരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട് കാണാനായിട്ട്. ഇപ്പം എനിക്കിങ്ങനെ ഭയങ്കര നേച്ചർ അങ്ങനത്തെ ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. കുറേ പച്ചപ്പും നമ്മൾ അങ്ങനത്തെ സ്ഥലത്തുനിന്ന് വരുന്നതുകൊണ്ട് എനിക്ക് മോള് അല്ലെങ്കിൽ ഷോപ്പിംഗ് അങ്ങനത്തേതിലൊക്കെ ഇഷ്ടം. കുറച്ച് നേച്ചർ അങ്ങനത്തെയൊക്കെയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിക്കും ദുബായോ ഖത്തറോ അങ്ങനത്തെ ഒരു സ്ഥലത്തിനേലും എനിക്ക് പറ്റിയത് കുറച്ചും കൂടി സൗദിയാണെന്ന്. കാരണം നമ്മുടെ ഒരു പ്രതീക്ഷ ഇവിടെ ഫുള്ള് മണലാരണ്യം അങ്ങനെയൊക്കെയാണല്ലോ. പക്ഷെ അങ്ങനെയല്ല, ഇവിടെ കുറേ ഗ്രീനറി, വാട്ടർഫാൾസ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ട്രിപ്പൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ട്രിപ്സൊക്കെ ഉണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ കുഞ്ഞ് ട്രാവൽ വ്ളോഗ്സും ഒക്കെ ഇടാനാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇങ്ങനെ എൻ്റെ സ്റ്റോറീസ് അറിയാനും അല്ലെങ്കിൽ കുറച്ചൊക്കെ സൗദീനെ കുറിച്ച് അറിയാനും. സൗദി ഒരു നല്ല പ്ലേസാണ് കേട്ടോ. ടൂറിസ്റ്റ് സ്പോട്ട് എന്നൊക്കെ പറയാൻ പറ്റിയ പോലത്തെ നല്ല പ്ലേസാണ്. ഇപ്പോൾ അവർ കുറേ ഡെവലപ്മെൻറ്റ്സ് നടത്തുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പോൾ സൗദീനെ കുറിച്ചൊക്കെ അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞ് ആർട്ടോ അല്ലെങ്കിൽ മ്യൂസിക്കോ ഒക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വീഡിയോസ് കിട്ടും. താങ്ക് യു.